ഇത് എൻ്റെ ടോബി മോനുള്ള ചോറാണ്. ഓക്കെ, ഇവളാണത് കുക്ക് ചെയ്യുന്നത് ദിവസവും. അതെടുത്ത് അത് കാണിച്ച് ഇതാ, എൻ്റെ തെരുവിലുള്ള 10-12 എണ്ണം ഉണ്ട്. അതിനുള്ള ചോറ് ദിവസവും വൈകിട്ട് ഇവളാണ് കുക്ക് ചെയ്ത് എടുത്തുകൊണ്ട് വയ്ക്കുന്നത്. ശരി, മേലെ ടോബി കൊണ്ടുപോയി വെച്ചിട്ട്. ഇതെൻ്റെ ശമ്പൂട്ടനും ജൂഡിക്കുള്ള ചോറ്. പിന്നെ തെരുവിലുണ്ട് ഒരു 10-15 എണ്ണം ഉണ്ട്. അപ്പം വൈകിട്ട് ഈ ചോറുമായിട്ട് അങ്ങോട്ട് ചെല്ലാൻ വേണ്ടി കാത്തിരിക്കും എല്ലണം. പിന്നെ ഇവിടെ കണ്ടോ, ഇവിടെ 2-3 പൂച്ചകൾ വരും, അവർക്കുള്ളതായത്. ഇതിവിടെ പൂച്ചകൾ വരും, അവർക്കുള്ളതാണ്. നമുക്ക് മുകളിലേക്ക് പോകാം. മുകളിൽ പോയിട്ട് കുഞ്ഞുങ്ങളുടെ കൂട് കാണാം. ഓക്കെ, ഇതാണ് കൂട്. ഇങ്ങോട്ടേക്ക് വരുമല്ല. ബാ ചുപ്പി വാ, ചുപ്പി വാ. ശാരം ഇട്ട പോലെ ഓടിപ്പോയി. ചുപ്പി 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 ഓടി, ചുപ്പി പോ, ചുപ്പി ചുപ്പി ഓടി ഓടി. ദീ പ്രാന്തി, ചുപ്പി പൊടി, ചുപ്പി പൊടി, ചുപ്പി പൊടി. ഇത് തെരുവിലെ കുട്ടികൾക്കുള്ള ചോറ് അവൾ തെരുവിലേക്ക് എടുത്തുകൊണ്ട് പോവാണ്. കണ്ട, ഇനിയിപ്പോൾ ഇത് താഴെ കൊണ്ട് തെരുവിലെ നമ്മുടെ മക്കൾക്ക് വെച്ച് കൊടുക്കും. കുടിക്കവാ, ചോറ് കൊണ്ടുപോവാണ്. ഭദ്രമാ. സിഗരറ്റ് ഇട്ടിരിക്കാங்க. കുറേ എണ്ണം ഓടി വരും. എന്ത് ചെയ്യും നമ്മുടെ തെരുവിലെ ആൾക്കാരൊക്കെ? എന്ത് ചെയ്യേ, ആരും വന്നില്ലേ ഇതുവരെ? മുകളിൽ 3 പേരിയ്ക്കുന്ന കണ്ടോ? ഇതുണ്ടോ? ഇത് കണ്ടോ? ആമാ, ഏയ് 3 പേര് കണ്ടോ? ദേ ഒരെണ്ണം ഇരിക്കുന്നു. വന്നു, തെരുവിലെ ആൾക്കാരെത്തി കേട്ടോ. ഒരാളെത്തി, അടുത്ത ആൾ ഇതാ അവിടെ നിൽക്കുന്നു. ബാക്കിയുള്ളവർ ഓരോരുത്തരായിട്ട് മണം പിടിച്ച് ഇപ്പോൾ ഇങ്ങെത്തും. നിൽക്കുക, ചോറിടാൻ വേണ്ടി നിൽക്കുക. ഇട്ട് കഴിഞ്ഞാൽ ഇതിനെയൊക്കെ ഇവിടെ ഒരു 2 മാസം മുമ്പോ 3 മാസം മുമ്പോ പ്രസവിച്ചിട്ടാണ്. വരട്ടെ എല്ലാവരും കേട്ടോ. ഒരാളിവിടെ പതുങ്ങി നിൽപ്പുണ്ട്.
കുറച്ച് കഴിയുമ്പം വരും. ഇപ്പം ബാക്കി ഇവിടുത്തെ ഗ്രൂപ്പൊക്കെ ഇവിടെ നിൽക്കുന്നതിൻ്റെ പേടിയാണ്. എത്തിയല്ലോ, വനമാലകളെല്ലാം എത്തിയല്ലോ. നോക്കി ഉണ്ടാ, പയ്യെ പയ്യെ ഓരോരുത്തരായിട്ട് വരും. ഇതാ ഇവിടെ ഉണ്ട് ആൾക്കാർ. നമ്മൾ കൊടുക്കുന്ന ഈ വൈകുന്നേരത്തെ 2 വാ കഴിക്കാൻ വേണ്ടി വരുന്നത് നിങ്ങളെല്ലാം ഇതാ ഇരിക്കുന്നുണ്ടോ? ഈ ഒരു നേരം കിട്ടിയാൽ മതി നിങ്ങൾക്ക്, പിന്നെ ഹാപ്പി. ഇവനുണ്ടല്ലോ, ഇവൻ കാണിച്ചു തരാം. ഈ ചുമന്നവൻ കാണിച്ചു തരാമേ മക്കളെ. ദൈവം കണ്ടോ, ഈ വെളിച്ചമില്ലാത്തതുകൊണ്ടാക്കും. ഇവൻ കഴിച്ചതിന് ശേഷം ബാക്കി എല്ലാവർക്കും കിട്ടും. ഇവനെ ഞാൻ ഭൈരവൻ എന്നാണ് പേരിട്ടിരിക്കുന്നത്. ആക്ച്വലി ഇവനെ എങ്ങാണ്ട് വണ്ടിയിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ ഇറക്കി വിട്ടിട്ട് പോയതാണ്. വരുമ്പോൾ ഇവനൊരു ബെൽറ്റും പൊട്ടും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആരോ അതൊക്കെ പൊട്ടിച്ച് കളഞ്ഞ് ആരോ ഒരു അമ്പലത്തിൻ്റെ വാതിക്കലോ എന്തോ വളർത്തിയതാണെന്ന് തോന്നുന്നു അവന്. ഇവിടെ തമിഴന്മാർക്ക് നായയെ വലിയ ഇഷ്ടം, അവരങ്ങനെ അടിച്ചു ഓടിക്കൊന്നുമില്ല. ഇതാ അടുത്ത ആളോട് കണ്ട വരിക ഓരോരുത്തരായിട്ട് വരിക. ഇതാ നമ്മുടെ കുക്കിങ് ഈ ചേച്ചിയാണ്. ഇവരാണ് എല്ലാം ഉണ്ടാക്കി കൊടുക്കണം. മക്കളെ കഴിച്ചോ പോയി? എന്ത് ഭംഗിയാണ് അവരെയൊക്കെ കാണാൻ. ഭൈരവാ ഇങ്ങോട്ടാ. ഇതാണ് ഒരു പട്ടിക്ക് മറ്റൊരു പട്ടിയെ കണ്ടുകൂടാന്ന് പറയുന്നത്. പാവം ഒരുത്തം വന്ന് നിൽക്കുന്നുണ്ടോ അങ്ങ് ദൂരെ, അവനെ ഓട്ടിക്കാനുള്ള പോക്ക. ഭൈരവാ മതിയാ? ഭൈരവന് ചോറ് വേണ്ടേ? ഇല്ല അവളെ പൂട്ടി പോട്ടെ. நம்ம சுப்பியை உள்ளே போட்டு பூட்டிட்டேன். ஆமாம், ഓക്കെ. അപ്പം ശരി, ഇനി നാളെ പറയാം ബാക്കി വിശേഷങ്ങൾ കേട്ടോ. ലൈക്കൊക്കെ തരണേ. ചുമ്മാ ഞാനിത് കുറേ ഒരു 10-12 വർഷമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം ഇതുവരെ ഇതൊന്നും ഇങ്ങനെയൊന്നും ആരും ഇപ്പം നോക്കിയപ്പോൾ എല്ലാവരും ഇടുന്ന കണ്ടപ്പോൾ എനിക്കും ഒരു കൗതുകം, എൻ്റെ മക്കളെ ഒന്ന് യൂട്യൂബിൽ ഫേമസ് ആക്കണമെന്ന്. അതുകൊണ്ടാണ്. ഇവിടെയൊക്കെ എല്ലാവർക്കും പേടിയാണ്. ഇവന്മാരെല്ലാവരും കൂടെ വൈകിട്ടാകുമ്പോൾ ഇങ്ങോട്ട് കഴിക്കാൻ വരുന്നതുകൊണ്ട്. അത്ര വലിയ തിരക്കൊന്നുമുള്ള സ്ട്രീറ്റ് അല്ല ഞങ്ങളുടേത്. ഇത് തമിഴ്നാട് ചെന്നൈയാണ്. ചെന്നൈ സാലിഗ്രാമമാണ്. ഇവിടെയാണ് എൻ്റെ സ്റ്റുഡിയോ ഉള്ളത്. ഇതാണ് എൻ്റെ ഡബ്ബിങ് സ്റ്റുഡിയോ. ഓക്കെ, എന്താ ഇത് നമ്മുടെ ബിൽഡിങ്ങാണ്. അപ്പം എന്താ അപ്പോൾ ഞങ്ങൾ എൻ്റെ സ്റ്റുഡിയോയിലേക്കുള്ള എൻട്രി. അപ്പോൾ ഇവരൊക്കെയാണ് എൻ്റെ ഫാമിലി. ഞാനും എൻ്റെ പട്ടികളും, അത്രയേ ഉള്ളൂ എൻ്റെ ജീവിതം. അപ്പോൾ ഗൈസ് ബൈ, നാളെ കാണാം. ഗുഡ് നൈറ്റ്, ഹാവ് എ നൈസ് നൈറ്റ്, സ്ലീപ്പ്, സ്വീറ്റ് സ്ലീപ്പ്. ഓക്കെ.